Hi friends, welcome you all to yet another Adipoli video from Culture Cafe Studio YouTube channel. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ലോങ് വീഡിയോസിൽ എനിക്ക് തോന്നുന്നു കുക്കിംഗ് വീഡിയോ ആണ് എനിക്ക് കുറച്ചുകൂടി ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വളരെ ഫേവറേറ്റ് ആയിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ മിക്കപ്പോഴും കഴിക്കുന്ന ഒരു ഐറ്റമാണ്. അത് മറ്റൊന്നുമല്ല, ഷവർമയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമലി ഇവിടെ മേടിക്കുന്നത് ഫ്രഷ് ടു ഹോം ആണ് ഇതുവരെ ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വെച്ച് നോക്കി ഈ ഒരു വട്ടം നമുക്ക് ലിഷ്യസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എനിക്ക് മീറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ ടെൻഡറായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഫ്രഷ് ടു ഹോമിൻ്റെ മീറ്റാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ് ഫ്രഷ് ടു ഹോമിൻ്റെത് കമ്പയർഡ് ടു ലിഷ്യസ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഞാൻ 3 ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു 500 kg വരുന്ന രീതിയിലാണ് മേടിച്ചത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ തിൻ സ്ലൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഷവർമ മേടിക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ അരിഞ്ഞരിഞ്ഞല്ലേ ഇടുന്നത്. അപ്പം ഞാൻ അതെന്തായാലും നമുക്ക് ആ ഷവർമ പോലെ ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അതിന് പകരമായിട്ട് ട്രൈ ചെയ്തതാണ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് തിൻ സ്ലൈസ്. ഇതിനും തിന്നായിട്ട് നിങ്ങൾക്ക് സ്ലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. സോ അങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഗാർലിക് പൗഡർ, പിന്നെ ചില്ലി ഫ്ലേക്സ്, സോൾട്ട്, ഇത്രയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പെപ്പർ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനത് ചില്ലി ഫ്ലേക്സ് ഇട്ടേക്കുന്നത് കൊണ്ടാണ് പിന്നെ പെപ്പറും കൂടെ ആഡ് ചെയ്യാത്തത്. കാരണം സായിക്കുട്ടിയും കൂടെ കഴിക്കുന്നതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ലൈക്ക് ടു സ്പൈസി. അതുകൊണ്ട് ഇത്രയും 3 സാധനങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ ഗാർലിക് പൗഡർ വന്നിട്ട് കുറച്ച് കട്ട പിടിച്ചൊക്കെ കിടക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി അങ്ങോട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എടുക്കാൻ മറന്നു കേട്ടോ. അവസാനം അത് നന്നായിട്ട് മാവ് പൊങ്ങി വന്നപ്പോഴാണ് എടുത്തത്. ഇത് മൈദാമാവിലേക്ക് ആദ്യം കുറച്ച് പാലെടുക്കുക, അതിനകത്തേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക, ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ മൈദാമാവിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നീഡ് ചെയ്ത് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. അതും ഇപ്പോൾ നന്നായിട്ട് റൈസ് ചെയ്ത് വരും. ഒരു ഹാഫ് ആൻ അവർ വെച്ചാൽ മതി. പിന്നെ മയണൈസ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ നമ്മുടെ ഷവർമ ഉണ്ടാക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് മയണൈസ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് മയണൈസാണ് ഈ ഷവർമയിലെ വില്ലൻ. അപ്പോൾ വില്ലൻ വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ടാണ് ഈ തവണ മയണൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മുടെ ചിക്കൻ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ബട്ടറിൽ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ ഫ്രൈ ചെയ്യാം. ഞാനിവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുക, കാരണം അതിൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ. നമ്മുടെ കോക്കനട്ട് ഓയിലിന് ഭയങ്കര ഒരു മലയാളി തനിമയുള്ളൊരു മണമില്ല, അത് വേണ്ട. അതിന് പകരം സ്മെല്ലില്ലാത്ത ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആയി പോകണ്ട, ലൈക്ക് ഒരു 5 to 10 minutes മാത്രം ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് മയണൈസ് ഉണ്ടാക്കാം അല്ലേ. 4 മുട്ട പുഴുങ്ങിയത്, അല്പം ഉപ്പ്, പഞ്ചസാര, ഗാർലിക് പൗഡർ, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ഗാർലിക് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കൂടെ നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുക. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ, മറ്റേതുപോലെ നമുക്ക് ഒരുപാട് ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട. ഒരല്പം ഓയിലും പാല് വേണം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറയ്ക്കാനായിട്ട്. ഓക്കെ, ആദ്യം അടിക്കുമ്പോൾ പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തിക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ച് അതൊന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മയണൈസ്, ട്രസ്റ്റ് മീ, ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളതാണ് പീത്ത ബ്രെഡ്. അതായത് നമ്മൾ ഈ കുബൂസ് പറയില്ലേ, കുബൂസ് ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ജസ്റ്റ് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലെ എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് റോൾ ഔട്ട് ചെയ്തെടുത്താൽ നമ്മുടെ കുബൂസും റെഡിയാവും കേട്ടോ. ഇതിപ്പം നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്കും ഞാൻ എണ്ണയോ ബട്ടറോ ഒന്നും തന്നെ ചേർക്കാറില്ല. കുബൂസ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മറിച്ചിട്ട് എടുക്കുക. ഇത് നന്നായിട്ട് പഫ് ചെയ്ത് വരും കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ ബലൂൺ പോലെ ആയി വരും. അപ്പോൾ അതുവരെയും നമ്മളൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് നമുക്ക് കുട്ടികൾക്ക് വേറെ ഒന്നും വേണ്ട, ചിക്കൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ കുറച്ച് വെജീസും പിന്നെ ഇതുപോലെ മയണൈസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഹാപ്പി ആയിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അത് റെഡി ആയ സമയത്തിന് നമുക്ക് അകത്തുള്ള ഫില്ലിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് ഒന്ന് ചെറുതാക്കി ഇടാം, മുറിച്ചിടാം. പിന്നെ അതിനകത്തേക്ക് വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത് ക്യാബേജും പിന്നെ ഒണിയൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ടിടണം കേട്ടോ, അതിൻ്റെ സ്മെല്ല് കുറയാനായിട്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഞാനിവിടെ വേറൊരു മയണൈസ്, ഇത് ഞാൻ ചോറിന് മേടിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് പിക്കിൾഡ് കുക്കുംബറും ആലപ്പിനോസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്
ആ പിക്കിൾ ടേസ്റ്റ് കൂടെ വരാനായിട്ട് ഞാൻ ആ ഒരു മയണൈസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ നമുക്ക് സ്വീറ്റ് ഓണിയൻ ഇത് കിട്ടും, ഡിപ്പ് കിട്ടും, അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത സമയത്ത് നമുക്ക് സോൾട്ടിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ചില്ലി ഫ്ലേക്സ് എക്സ്ട്രാ ചേർക്കണമെങ്കിൽ അതെല്ലാം ചെയ്യാം കേട്ടോ. ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ ഷവർമ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെയും ഷർത്തിൻ്റെ കാര്യമാണെങ്കിൽ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്, ഓപ്പൺ ഷവർമയാണ്. ഇത് കണ്ടോ, പീത്ത ബ്രെഡ് അല്ലെങ്കിൽ നമ്മുടെ കുബൂസിൻ്റെ ആ ഒരു ടെക്സ്ചർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും, അടിപൊളിയായിട്ട്. നമുക്ക് എന്താ പറയുക, നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടി കമ്പാരിറ്റീവ്ലി ടേസ്റ്റി ആയിട്ട് തോന്നുന്നു നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പോൾ കാണിച്ചത് വന്നിട്ട് സ്വീറ്റ് ആൻഡ് സ്പൈസി സോസാണ്, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞങ്ങളന്ന് ചുമ്മാ എടുത്തു വെച്ചതേ ഉള്ളൂ, പക്ഷേ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ട് വേറൊന്നുമില്ല, നമ്മുടെ കുബൂസ് എടുത്ത് വയ്ക്കുക, അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു ഫില്ലിങ് വെച്ച് വീട്ടിൽ വെച്ച് ചെയ്തതല്ലേ, നിറയെ ഫില്ലിംഗ് ഒക്കെ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മുടെ ഷവർമ റോള് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സായിക്കുട്ടിയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്ത്, അവന് ഒത്തിരി ഇഷ്ടമായി. സായിക്കുട്ടിക്ക് ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കും ഇഷ്ടമാണ്, അത് കഴിക്കാൻ അവനും ഇഷ്ടമാണ്. പിന്നെ ഒന്നുമില്ല, നേരെ വന്നിരുന്നു, ഞാനും ഷർട്ടും കൂടെ നേരെ ആഹാരം അങ്ങ് കഴിച്ചു തുടങ്ങി. ഡിന്നർ ടൈം ആയിരുന്നു കേട്ടോ. ഒത്തിരി ഇഷ്ടമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഞങ്ങൾക്ക് 3 പേർക്കും ഇൻഫാക്റ്റ്. വളരെ ടേസ്റ്റി ആയിട്ട്, നമുക്ക് എത്ര ഈസി ആയിട്ടല്ലേ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. സായിക്ക് എങ്ങനെ നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഏറ്റവും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കി കൊടുക്കും. എന്തായാലും ഇപ്പോൾ ഷവർമ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.